ഞാൻ ഇന്ദ്രേട്ടനെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. വയസ്സിന് താഴെയാണ്, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. രാമേട്ടൻ അകന്നു നിൽക്കുകയാണെന്നുള്ള കാര്യം ഉറപ്പാ. എന്നുവെച്ച് ഒരിക്കലും ഇന്ദ്രേട്ടന്റെ ജീവിതത്തിലേക്ക് സേതിച്ച് കടന്നു വരാനൊന്നും പോകുന്നില്ല. ആ സത്യം മനസ്സിലാക്കി ഇനിയെങ്കിലും മറ്റൊരു വിവാഹം കഴിക്കണം ഇന്ദ്രേട്ടൻ. നിന്റെ പിശുക്ക് കാരണം എന്റെ പെങ്ങള് നന്നായി ശ്വാസം മുട്ടുന്നുണ്ട്, ഈ വീട്ടുകാരും. അതുകൊണ്ട് സീത എന്നും ഇവിടെ തന്നെ കുറ്റിയടിച്ച് നിൽക്കണം. അതാ നിന്റെ ആവശ്യം. അതിനുവേണ്ടിയാ നീ ഉപദേശകന്റെ വേഷമിട്ട് എന്റെ മുന്നിലേക്ക് അവതരിച്ചത്. കാര്യം പറയുമ്പോ മനസ്സിലായില്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? സീതേച്ചി ഇവിടുന്ന് പോയ അപ്പോഴത്തെ സാഹചര്യം പോലെ ഞങ്ങളങ്ങ് ജീവിക്കും. പിന്നെ പിശുക്കനായ ഭർത്താവിന് ചേട്ടന്റെ പെങ്ങൾക്ക് സഹിക്കാൻ വയ്യെങ്കിൽ അവള് ചേട്ടന്റെ വീട്ടിൽ വന്നേക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ എന്റെ ഭാവി നന്നാക്കാൻ ചേച്ചിയുടെ കല്യാണം നടക്കരുതെന്ന് ഞാൻ പറയത്തില്ല. ഇനി മറ്റൊരു പെണ്ണിനെ പറ്റി ഞാൻ തൽക്കാലം ചിന്തിക്കുന്നില്ല. ജീവിക്കുന്നെങ്കിൽ സീതയ്ക്കൊപ്പം, അല്ലെങ്കിൽ തനിച്ച്. അതാ എന്റെയും തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഈ ജന്മം ഇന്ദ്രേട്ടന്റെ പോയി കിട്ടും. സ്വബോധത്തോടെ സീതേച്ചി ഒരിക്കലും ഇന്ദ്രേട്ടന്റെ ഭാര്യയാൻ പോകുന്നില്ല. ആ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് സീതേച്ചിയുടെ അടുക്കും തോറും സീതേച്ചി ഇന്ദ്രേട്ടനെ വെറുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വെറുത്ത് മറ്റവൻ പോയല്ലോ. അവനെ അവൾക്ക് നഷ്ടമായല്ലോ. അതങ്ങനെ വരൂ. അങ്ങനെ എല്ലാ നഷ്ടങ്ങൾക്കും ഒടുവിൽ യഥാർത്ഥ നഷ്ടം ഞാനാണെന്ന് അവള് തിരിച്ചറിയും. നീ നോക്കിക്കോ. മനുഷ്യനായ ഒരു മാനേഴ്സ് ഒക്കെ വേണം. പലതവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇടിച്ചു കയറി വരരുതെന്ന്. ഡോറിൽ മുട്ടാൻ ഡോർ അടഞ്ഞു കിടക്കല്ലായിരുന്നു. നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഇവിടെ കാര്യം? അമ്മാവന്റെ വീടാണ്, പെങ്ങളും അളിയനും ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോ എനിക്കിവിടേക്ക് വരാം. എന്റെ മുറപ്പെണ്ണെന്ന രീതിയിൽ നിന്നെ കാണാം. കുറച്ചു നാൾ ആശ്വാസം ഉണ്ടായിരുന്നു, ഒരു 3-4 വർഷം. രാമനില്ലാത്തോണ്ടാണോ? അല്ല, ഒരു രാവണൻ നാട് വിട്ടു പോയതുകൊണ്ട്. സീതേ, നിനക്കൊന്നുറപ്പിക്കാം, ഇനി നീ ഒരിക്കലും രാമന്റെ ഭാര്യ ആവില്ലെന്ന്. അവൻ അവന്റെ ജീവിതം തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. എങ്കിൽ ഞാൻ എന്റെ ജീവിതവും തിരഞ്ഞെടുക്കും. ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ജീവിക്കും. ഇത്രയും നാളായി ഞാനൊരു പെണ്ണിനെ കുറിച്ച് സങ്കല്പിക്കാതെ, മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്നു. നിന്നെ മനസ്സിലിട്ടോണ്ട് നീ സ്നേഹിച്ചവൻ നിന്നെ തള്ളിക്കളഞ്ഞു. പിന്നെ നിന്നെ ജീവനായി കരുതുന്ന എന്നോട് ഇത്തിരി കരുണ കാട്ടിക്കൂടെ? നിന്റെ അടിമയായി ഞാൻ ജീവിച്ചോളാം ജീവിതകാലം മുഴുവൻ. എന്റെ ഈ കൈകൊണ്ടൊരു താലി ഈ കഴുത്തില്, അത് മാത്രം മതി എനിക്ക്. ഈ ജന്മം എനിക്കൊരു അടിമയെ ഭർത്താവായി വേണ്ട, ഒരാണിനെയാ വേണ്ടത്. പെണ്ണിന് ഇഷ്ടമില്ലാന്ന് അറിഞ്ഞിട്ടും അവളെ നിരന്തരം ശല്യം ചെയ്ത് പുറകെ നടക്കുന്നവനെ നല്ലൊരു പുരുഷനെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കും തോറും അതിന്റെ ഇരട്ടി ഞാൻ നിങ്ങളെ വെറുക്കുകയാണ്. എന്നോടുള്ള വെറുപ്പും എന്റെ വേദനയും നിനക്ക് കണ്ണീര് മാത്രമേ തരത്തുള്ളൂ. നോക്കിക്കോ, ഇനിയും കരയേണ്ടി വരും നിനക്ക്, മാറത്തടിച്ച്. അവൾ ഒരിക്കലും മാറത്തില്ല മോളെ, നിന്റെ നാത്തൂൻ.
അവൾ എന്നെ ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല. അവരാരെയും മനുഷ്യരായിട്ട് കണ്ടിട്ടില്ല. എന്താ കേറി വന്നപ്പോ ശരിക്ക് കിട്ടിയോ? ഹ, എന്നെ വേദനിപ്പിക്കുന്നതിന് ഞാൻ അതിന്റെ ഇരട്ടി തിരികെ കൊടുക്കുന്നുണ്ട്. ഇനി ഒരിക്കലും അവൾ രാമനുമായി ഒന്നിക്കാൻ പോകുന്നില്ല. ഹ, ആ സത്യം മനസ്സിലാക്കാതെയാ അവളുടെ ഈ ചാട്ടം. അയാള് മീര എന്ന പെണ്ണുമായിട്ട് കല്യാണം കഴിഞ്ഞു പോയോ ഏട്ടാ? ആ, അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. എന്നാലും പ്രതീക്ഷ അവർക്ക്. പ്രതീക്ഷിക്കുന്നതും സ്വപ്നം കാണുന്നതും പാടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. എങ്കിലും അവൾ ഈ ജന്മം എന്റെ ഭാര്യ ആയില്ലെങ്കിൽ ഈ രീതിയിൽ കഴിയത്തേ ഉള്ളൂ. അവർക്ക് ആ രീതിയിൽ കഴിയുന്നതിനൊന്നൊരു ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലല്ല ഏട്ടാ. ശരിക്കും അവരുടെ മനസ്സ് മരവിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ മരവിക്കാതിരിക്കും? നിന്റെ കെട്ടിയോൻ ഉൾപ്പെടെ പലർക്കും അവള് കല്യാണം കഴിക്കരുതെന്ന് ആഗ്രഹം. അവൻ എന്നെ ഉപദേശിക്കുന്നു സീതയെ വിട്ട് വേറെ കല്യാണം കഴിക്കാൻ. ആ പറഞ്ഞത് ഗിരിയേട്ടന്റെ സ്വാർത്ഥതയായിട്ട് ഏട്ടൻ കരുതണ്ട. ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഏട്ടന്റെ ഈ പിന്നാലെയുള്ള പോക്ക് എല്ലാവർക്കും പുച്ഛായി തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യനായി ഇങ്ങനെ വില കളയല്ലേ. എടി നോക്കിക്കോ, നിനക്കൊന്നും നയാ പൈസ ഇനി എന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. സീതയ്ക്ക് എന്നോട് വെറുപ്പായിരിക്കും. ആ വെറുപ്പ് കുറയ്ക്കാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? 4 വർഷം മാറിയുന്നു, എന്നിട്ട് ആരും കാര്യമായിട്ട് അവളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചില്ല. എത്ര ശ്രമിച്ചാലും ഇളകാത്ത മനസ്സ് അവരുടേത്. ഇനിയിപ്പോ മീര എന്ന പെണ്ണിനെ കല്യാണം കഴിച്ചാലും രാമന്റെ ഒരു പ്രതിമയുണ്ടാക്കി ഒരു മാലയിട്ട് അതാണ് ഭർത്താവെന്ന് സങ്കല്പിച്ച് ജീവിക്കും അവര്. അതാ സാധനം. അങ്ങനെ കഴിയുന്നവരെ അവരുടെ വഴിക്ക് വിടുന്ന നല്ലത്. അതല്ല സീതയെ തന്നെ ഭാര്യയാക്കണോന്ന് ഏട്ടന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇനി ഒരൊറ്റ മാർഗേ ഉള്ളൂ. ദേ, അവരുടെ ഒരു പ്രതിമയുണ്ടാക്കി അവര് ചെയ്യും പോലെ അതാണ് ഭാര്യയെന്ന് സങ്കല്പിച്ച് ജീവിക്കാൻ. ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അതേ ഉള്ളൂ ഇനി മാർഗം. എന്നാലും വല്ലാത്തൊരു പണിയായിപ്പോയി. എത്ര വിളി വിളിച്ചു, അതും നമ്മളെല്ലാവരും മാറി മാറി. ഇപ്പതേ ഫോൺ അങ്ങ് ഓഫുമായി. ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? ആ, ദേ സീത വരുന്നുണ്ട്. എന്താ ശങ്കരമ്മ? ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല മോളെ. ഞാനും വിളിച്ചു ഒരുപാട്, കിട്ടുന്നില്ല. ഇന്ന് പുറപ്പെടുന്നു സീതയോട് പറഞ്ഞായിരുന്നു. ഏയ് ഇല്ല, നമ്മള് കാണൂന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ പിന്നെ പുറപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നാലും പറഞ്ഞ വാക്ക് പാലിക്കുന്നയാളാ. കാണൂന്ന് പറഞ്ഞാ കാണാൻ വരാതിരിക്കില്ല. അല്ല, വരുവായിരിക്കും അല്ലേ? വിളിച്ചിട്ട് എടുക്കാത്തതാ എനിക്ക് ടെൻഷനായി പോയത്. അല്ലെങ്കിലും ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ സന്തോഷം ഉണ്ടാവും. അത് പെട്ടെന്ന് അങ്ങ് കെട്ടടങ്ങുകയും ചെയ്യും. കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല മോളെ. അവനെ ചിലപ്പോ മൊബൈല് വീട്ടിൽ മറന്നു വെച്ചിട്ട് തോട്ടത്തില് പോവും. അങ്ങനെ എന്തോ ആവാനേ വഴിയുള്ളൂ. ചാരുമോളാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുക രാമനങ്ങൾ എപ്പ വരുമെന്ന്. അതിനിടയിൽ ശകനം മുടക്കിയായിട്ട് വേറൊരു അവതാരം എത്തി, എന്റെ മുറച്ചെറുക്കൻ. അവനൊന്നും നാണമില്ലേ? കാണാതായപ്പോ വരത്തില്ലെന്നാ കരുതിയത്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ കുമാരേട്ടാ. ഞാനും ശ്രീയേട്ടനും ഒന്നിക്കാറാവുമ്പോ അയാൾ എത്തും. ഇത്തവണ പേടിക്കണ്ട സീതമോളെ. രാമൻ വന്നാൽ വിവാഹം വിഷുവിന് തന്നെ. എന്റെ പൊന്നുമോളെ, നിലവിളക്ക് കൊളുത്തി നിന്നെ ഒന്ന് പിടിച്ചു കയറ്റി കഴിഞ്ഞാ പിന്നെ എനിക്ക് സമാധാനത്തോടെ ഒന്ന് കണ്ണടയ്ക്കാം. അങ്ങനെ പെട്ടെന്നൊന്നും അമ്മ കണ്ണടക്കത്തില്ല. കുറെ കാലം മകനും മരുമകളും ഒക്കെ ജീവിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കൂ. ശ്രീയേട്ടനൊന്ന് എങ്ങനെയെങ്കിലും ഇങ്ങ് എത്തിയാൽ മതിയായിരുന്നു.
അപകടനില തരണം ചെയ്തൊന്നും പറയാറായിട്ടില്ല. ആന്തരിക അവയവങ്ങളിൽ ചെറിയ ബ്ലീഡിംഗ് ഉണ്ട്. ഹെഡ് ഇഞ്ചുറി മാരകമാണ്. ഏത് നേരവും അയാളുടെ അരികിൽ ആളുണ്ടാവണം. നല്ല ഒബ്സർവേഷൻ ഇല്ലെങ്കിൽ അപകടം ഇനിയും ഉണ്ടാവാം. ഇതിനിടയിൽ അണുബാധ ഉണ്ടാവാൻ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മീരയോട് പറഞ്ഞത്, അറിയിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സ്ഥിതിക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമെങ്കിലും ബോഡി മെഡിസിനുമായി നന്നായി പ്രതികരിച്ചില്ലെങ്കിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. മീരയുമായി രാമന്റെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുകയാണല്ലേ? ആ അതെ. കഴിവിന്റെ പരമാവധി പരിശ്രമിക്കും. അത്രയ്ക്ക് കരുത്തുള്ള ബോഡി ആയതുകൊണ്ടാണ് ജീവനോടെ എത്തിയത്. അല്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ തീർന്നില്ല. നല്ല നെഞ്ചെടുപ്പുണ്ട്. ആള് സ്ട്രോങ് ആണ്. അതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടായാലും ശരി, ആള് തിരിച്ചു വരുമെന്ന് തന്നെ കരുതാം. അതിനുവേണ്ടി എന്ത് വേണേലും ചെയ്യാം. പണം ഒരു പ്രശ്നമാക്കണ്ട. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. ശരി. മീര എന്നെ അങ്ങോട്ട് വിളിച്ചതാ, പെട്ടെന്ന് അവിടെ എത്തണമെന്ന്. എന്തായിരിക്കും കാര്യം? എന്തെങ്കിലും കാര്യമില്ലാതെ അവള് വിളിക്കത്തില്ലല്ലോ. എന്തായാലും ഒന്ന് പോയിട്ട് വരാം. രാമന്റെ വിവരമൊന്നും അറിയാത്തതായിരിക്കും അവളുടെ ഈ ടെൻഷൻ. അല്ല, രാമന് ആക്സിഡന്റ് ഉണ്ടായ വിവരം പറയാൻ പറ്റുമോ? രാമനും സീതയും കാണരുതെന്ന് നിന്നെപ്പോലെ തന്നെ അവളുടെ ആവശ്യമായിരുന്നു. അങ്ങനെ കാണാതിരിക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അപകടം നടന്നിട്ട് പിന്നീട് ഒരു വിവരം അറിഞ്ഞിട്ടില്ല. ശരവണന്റെ പറച്ചിൽ വെച്ച് നോക്കിയാ മരണം ഉറപ്പാണ്. അതിനി ആരെ വിളിച്ചാണ് ആദ്യം പറയുക എന്നുള്ളത് അറിയത്തില്ല. മരിച്ചാ മതിയായിരുന്നു അവൻ. അതോടെ ആദ്യായം തീരുമല്ലോ. 2 വണ്ടികളും വന്ന സ്പീഡ് വെച്ച് നോക്കിയാ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. രാമൻ ജീവിച്ചിരിക്കുന്ന പ്രധാന പ്രശ്നം. അവൻ മരിച്ചു കഴിഞ്ഞാ പിന്നെ അവനെ കാത്തിരിക്കില്ല സീത. പയ്യെ പയ്യെ അവളിലേക്ക് എനിക്ക് അടുക്കാനും പറ്റും. പറയുന്നുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്. ചില പെണ്ണുങ്ങളെ ഇത്തിരി കടുകട്ടിയ അവരത്ര പെട്ടെന്നൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് നിൽക്കണമെന്നില്ല. ആ ഗണത്തിൽപ്പെട്ട ഒരു പെണ്ണ നീ ഈ പറയുന്ന സീത. അവൾ അത്ര പെട്ടെന്നൊന്നും നിന്റെ മുന്നിലൊന്നല്ല, ആരുടെ മുന്നിലും കീഴടങ്ങില്ല. എങ്കിലും രാമനില്ലാന്ന് എനിക്ക് ആശ്വസിക്കാമല്ലോ. അവന്റെ താലിയിട്ടുകൊണ്ട് അവൾ എന്റെ മുന്നിലൂടെ പോകില്ലല്ലോ. അത് കാണുന്നത് മരിക്കുന്നതിന് തുല്യം എനിക്ക്. രാമൻ മരിച്ചിട്ടും നിന്നോടൊപ്പം വരാൻ അവള് തയ്യാറായില്ലെങ്കിൽ ദേ വിട്ടുകളഞ്ഞേക്കണം അവളെ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ഒരുത്തിക്ക് വേണ്ടിയിട്ട് നശിപ്പിച്ച് കളയരുത്. ഏതായാലും നമുക്ക് മീരയെടുത്ത് വരെ ഒന്ന് പോവാം. മൊത്തത്തിൽ എനിക്കൊരു ആളലുണ്ട് മനസ്സിൽ. എന്നാ നീ 3 പോവാൻ റെഡി ആയിട്ട് വാ. നമുക്കൊന്ന് അടിച്ച് പൊളിച്ചിങ് വരാം. ഓക്കെ. ഇനി ആ മീരപ്പെണ്ണ് എന്തൊക്കെ പറയുമെന്തോ. എന്തുപറ്റി സീതേ? കാര്യമായ എന്തോ പ്രശ്നമുണ്ടല്ലോ. സാറിനറിയാലോ എന്റെ പ്രശ്നം. പെട്ടെന്നുള്ള സന്തോഷം അതില്ലാതായോ? നമ്മൾ കാണണമെന്ന് പറഞ്ഞു സർ. അങ്ങനെ പറഞ്ഞ ആള് പിന്നെ വിളിച്ചിട്ടില്ല. വിളിച്ചാലോട്ട് എടുക്കുന്നുമില്ല. രാമൻ അങ്ങനെ വാക്കുപാലിക്കാത്ത ആളല്ലായിരുന്നല്ലോ. അല്ലായിരുന്നു.
എന്നാ അതിന് മാറ്റം വന്നിരിക്കുന്നു. ഒരുപാട് തവണ ഞാൻ ട്രൈ ചെയ്തു, ഞാനും ശ്രീയേട്ടന്റെ അമ്മയും അമ്മാവനും ഒക്കെ. എന്നിട്ടും എടുത്തിട്ടില്ല മൊബൈൽ. മറ്റെന്തെങ്കിലും പ്രശ്നം കാണും. ഒരുപാട് ചിന്തിക്കണ്ട. പിന്നെ എന്തിനായിരുന്നു സർ വരും നമ്മളുടനെ കാണൂന്നൊക്കെ പറഞ്ഞത്? മീര എന്നൊരു പെൺകുട്ടി കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ ഏത് നേരം നെഞ്ചെടുപ്പ. ശ്രീയേട്ടൻ കൈവിട്ട് പോകുന്നുള്ളൊരു ചിന്തയാ. ഇനി രണ്ടാമതൊന്നും ചിന്തിക്കാതെ ശ്രീയേട്ടൻ വിളിച്ച കൂടെ പോണമെന്ന് തീരുമാനിച്ചവളാ ഞാൻ. ആ നേരത്ത് ഇങ്ങനൊരു അവഗണന. തല പെരുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊന്ന് വിളിക്കണോ അയാളെ? പരിചയമുള്ള ഏത് നമ്പർ കണ്ടാലും എടുക്കില്ല. വീട്ടിലാണെങ്കിൽ ചാരുമുളൊക്കെ കരച്ചില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി ഇത്തവണ ഞങ്ങളുടെ വിവാഹം നടക്കുമെന്ന്. ഒരാൾ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കാനും വരാതിരിക്കാനും പല കാരണങ്ങളുണ്ട് സീതേ. അതേപ്പറ്റി അറിയാതെ അന്വേഷിക്കാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. അങ്ങനെയാ ഞാനും കരുതുന്നത്. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രീയേട്ടന് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. ആ തടസ്സം അവള് തന്നെ ആയിരിക്കും. മീര എന്ന് പറയുന്ന പെണ്ണ്. അവളെ സംശയിക്കാം, എന്നാൽ രാമൻ ഒരിക്കലും സംശയിക്കരുത്. രാമൻ വരും. അതോടെ ഈ പ്രയാസങ്ങളൊക്കെ തീരുകയും ചെയ്യും. താൻ ധൈര്യമായിരിക്കും. റാമിന്റെ കാർ ആക്സിഡന്റിൽ പെട്ടു. ആ അപകടം ഉണ്ടാക്കിയത് പ്രതാപേട്ടനല്ലേ? ആണെന്ന് ഈ മുഖം കണ്ടാൽ എനിക്കറിയാലോ. രാമും സീതയും തമ്മിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കാണാതിരിക്കാൻ ഇതായിരുന്നോ മാർഗം? കൊല്ലാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല മോളെ. അവരുടെ കൂടിക്കാഴ്ച തടസ്സപ്പെടുത്തണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. സഹിക്കുന്നില്ല ആ കിടപ്പ് കണ്ടിട്ട്. റാമിനെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും താമസിപ്പിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഇതിത്തിരി കടുത്തുപോയി. കണ്ടു നിൽക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. സീതയുമായി ഒന്നിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാ റാമിനെ എനിക്ക് സ്വന്തമാക്കണമെന്ന അർത്ഥം, അല്ലാതെ മരിക്കണമെന്നല്ല. അതറിയോ പ്രതാപേട്ടന്? പെട്ടെന്നാണല്ലോ മോളെ കാര്യങ്ങളൊക്കെ നടന്നത്. അതിന്റെ ഇടയിൽ മറ്റു ബുദ്ധിയൊന്നും തോന്നിയില്ല. ഇതുപോലെ സ്വഭാവ ഗുണമുള്ള ആണുങ്ങള് ആരും ഉണ്ടാകില്ല. അങ്ങനെ ഒരാൾക്ക് വരേണ്ട വിധിയല്ല ഇത്. അതൊക്കെ അറിയാം മോളെ. എന്തായാലും സംഭവിച്ചൊന്നും തിരിച്ചെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് രാമന്? പോയി കാണ്. ഹോസ്പിറ്റലിൽ ശരീരമാസകല ഒടിവും ചതവായിട്ട് കിടക്ക. അത് കാണേണ്ടത് ഞാനല്ല, അവളാ സീത. അത് കണ്ട് അവളുടെ നെഞ്ച് പിടയണം. അല്ല, എന്താ ചിരിക്കുന്നേ? ഏയ് അല്ല, അവൻ രക്ഷപ്പെടുവല്ലോ അല്ലേ? എനിക്കറിയില്ല. ഡോക്ടർ ഇതുവരെ ഉറപ്പൊന്നും തന്നിട്ടില്ല. നീ വിഷമിക്കാതെ മോളെ, ആള് രക്ഷപ്പെടും. രക്ഷപ്പെട്ടില്ലെങ്കിലേ ഇതൊരു കൊലപാതകമാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. അത്രയ്ക്ക് സഹിക്കുന്നില്ല പ്രതാപേട്ട. റാമിന്റെ ശരീരത്തിൽ നിന്നും ചോര പൊടിയാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. അമ്മയാണെങ്കിൽ എന്നെ കൊല്ലാതെ കൊല്ലുക. കേട്ടിട്ടുണ്ട് പ്രതാപേട്ടന്റെ ചരിത്രം. ഇനിയെങ്കിലും എല്ലാത്തിനും പരിഹാരം കൊലപാതകമാണെന്ന് ചിന്തിക്കാതെ, നിരപരാധികളെ ശിക്ഷിക്കാതെ.